ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി വന്ന് പൊരിഞ്ഞടിയും മഴക്കുണ്ടാക്കുക. രേവതിയോട് ഇനി കുടുംബത്ത് കാലുകുത്തി പോയേക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ലക്ഷ്മിയമ്മ ഓടി വന്ന്, നീ ഇങ്ങനെ വന്ന് ഞങ്ങളോടൊന്ന് പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കാല് പിടിക്കാം, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കൊല്ലാക്കൊല ചെയ്യരുത്, ഞാൻ നിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു. ക്ഷമ ചോദിച്ച് ഞാൻ ഇവനെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ എന്ന് ചോദിച്ചു. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാട്ടോ. രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. കാരണം തകർന്നു പോയി രേവതി. ഇനി ചന്ദ്രയുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു രേവതിക്കില്ല. ദേ ചെല്ലുന്നു, നിന്നെ പോലീസിൽ ഏൽപ്പിക്കൂടാ, വാടക ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കുത്തിന് പിടിച്ച് ഈ ശരത്തിനെ അങ്ങ് കൊണ്ടുപോകുമ്പോൾ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ചെന്ന് തടയും. അമ്മ ചെയ്യല്ലേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ കൂടി. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ട് എന്താ ഇവിടെ ഇത്ര ബഹളം, എന്താ കുറേ നേരം ആയല്ലോ എന്ന് വന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര അവരുടെ മുന്നിൽ കിടന്ന് അങ്ങ് ഒച്ച വയ്ക്കുക. ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ ജീവിക്കുന്നവർ, എന്തിനാ നിങ്ങൾ ഇവിടെ കിടന്ന് അക്രമം കാണിക്കുന്നതെന്നൊക്കെ ആ ചേച്ചിമാരി ചോദിച്ചു. ഈ കുടുംബത്തിൽ കയറി വന്ന് ബഹളം വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇവനെ കൊണ്ടുപോകാനും സമ്മതിക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ വേണ്ട ശരി, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ചന്ദ്ര, എടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാടാന്നും പറഞ്ഞ് ചന്ദ്ര ഒരൊറ്റ തള്ളും തള്ളിയേച്ച് അങ്ങ് പോയി. വാ ശ്രുതി എന്നും പറഞ്ഞു. അമ്മ പോവല്ലേ അമ്മ, ഞാൻ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ചെന്നെങ്കിലും കേട്ടില്ല. രണ്ടെണ്ണവും കൂടെ അങ്ങ് പോയി. ആ സമയത്ത് ലക്ഷ്മിയമ്മ ഇറങ്ങി വന്ന് ശരത്തിനെ കുറേ തല്ലി. ദേ എനിക്കിനി ജീവിക്കേണ്ട, നീ എന്നെ അങ്ങ് കൊല്ലടാന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും ശരത്ത് പുറത്തുനിന്ന് ഭയങ്കര കരച്ചിൽ. നാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ വന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വന്നതിലൊരു ചേച്ചി ശരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ശരത്തെ, അവർ പറഞ്ഞ കാര്യമാണെങ്കിൽ നീ ചെയ്തത് വളരെ മോശമായി പോയി കേട്ടോ എന്നാ ചേച്ചി ശരത്തിനോട് പറയുക. തീരെ പ്രതീക്ഷിച്ചില്ല നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ, നീ വേദനിപ്പിച്ചത് നിൻ്റെ അമ്മയാണെന്ന് നീ ഓർത്തോളാൻ പറഞ്ഞിട്ട് ആ ചേച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്ന് ചങ്ക് പൊട്ടി കരയുക. ഒന്നും അറിയാതെ ചങ്കരേട്ടൻ പെട്ടെന്ന് അങ്ങ് പോയല്ലോ, ഞാനും അങ്ങോട്ട് വരികയാണെന്നും പറഞ്ഞു. അപ്പോൾ ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമെന്ന് അമ്മ ചോദിക്കുക കേട്ടോ. കുടുംബത്തിൻ്റെ മാനവും മര്യാദയും ഒക്കെ പോയില്ലേ എന്നും ചോദിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അമ്മ നെഞ്ചത്തടിച്ച് കരയുമ്പോൾ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു ദേവു. പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും, ദേ ഇവൻ കാരണം രേവതി മോളുടെ ജീവിതം തൊലഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ശരത്തൊന്നും മിണ്ടാത്ത തല കുനിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുക. ഇനി ഇവളോട് വീട്ടിൽ കയറി പോകരുതെന്ന് പറഞ്ഞിട്ടല്ലേ ചന്ദ്രമതി ഇവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുമ്പം അമ്മേ ഞാൻ പോയി വേണമെങ്കിൽ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംസാരിക്കാനാടാ, മോഷ്ടിച്ചെന്നാണ് നീ സംസാരിക്കാൻ പോകുന്നത്. ഒരു തവണ നീ ബൈക്ക് മോഷ്ടിച്ചതാണ്, നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയത്, ഇപ്പം നീ വീണ്ടും മോഷ്ടിച്ചു, നീ ഒരു പാഠം പഠിക്കുന്നില്ലല്ലോടാന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി, നിനക്ക് എങ്ങനെയാണ് ഇത് തോന്നിയതെന്നും ചോദിച്ച് രേവതിയും ശരത്തിനെ കുറേ തല്ലുവാട്ടോ. അപ്പോഴത്തേക്കും ദേവും അമ്മയും വന്നു. ചേച്ചി തല്ലല്ലേ ചേച്ചി എന്നും പറഞ്ഞു. സോറി ചേച്ചി, ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവു ഒരൊറ്റ അടിയായിരുന്നു ശരത്തിൻ്റെ ചെവിക്കല്ല് തീർത്തിച്ച്. ശരത്ത് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കാം. പിന്നെ എന്തിനാടാ നീ മോഷ്ടിച്ചത്, അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ കാശ് ഞാൻ മോഷ്ടിച്ചെന്നാന്ന് അവർ പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന് അവരെന്നെ അപമാനിച്ചു, കള്ളൻ എന്നെ വിളിച്ചെന്ന് അവരെന്നെ തല്ലി. ആ ദേഷ്യത്തിന് അന്ന് ഞാൻ അങ്ങനെ ചെയ്തതെന്ന കാര്യം ശരത്ത് ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ ചെയ്ത തെറ്റ് ന്യായീകരിക്കുകയാണോടാ എന്ന് രേവതി ചോദിച്ചു. എന്തൊക്കെയായാലും നീ മോഷ്ടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ദേഷ്യത്തിൽ ചെയ്തു പോയതാ, ദേ വേറെ ആരിൽ നിന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലേ ചേച്ചി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പറയുന്നത് സത്യ ചേച്ചി എന്നും ശരത്ത് പറയാട്ടോ. പിന്നെ സത്യമാണ് ചേച്ചിയാണെങ്കിൽ എന്ന് പറഞ്ഞ തലേ കൈവച്ചപ്പോൾ ഞാൻ വിടാൻ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, ദേഷ്യം തീർക്കാൻ കാശ് മോഷ്ടിക്കാനോടാ വേണ്ടത്, എവിടെ നിന്ന് കിട്ടിയിടാൻ നിനക്ക് ഈ ധൈര്യമൊക്കെ എന്നും ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുമ്പം ധൈര്യം കൊടുത്തത് ആൻ്റണി, അല്ലാണ്ട് ആരാ, ആ വീഡിയോയിൽ മുഖം മറിച്ച നിൻ്റെ കൂടെയുള്ളത് ആൻ്റണി അല്ലേടാന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. അവനാ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നതെന്ന് ശരത്ത് പറയാം. അവൻ്റെ കൂടരുത് നിന്നോട് പലതവണ പറഞ്ഞതല്ലായിരുന്നോടാ നിന്നോട് ഞാൻ, നീ കേട്ടോടാ, എന്നിട്ട് ഇപ്പം എന്തായടാന്നൊക്കെ ചോദിച്ച് രേവതി ഭയങ്കര കരച്ചിലാട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നീ അവൻ്റെ കൂടെ കൂടാത്തത് കൊണ്ടായിരിക്കും അവൻ ഈ വീഡിയോ പുറത്ത് വിട്ടത്. അപ്പോഴത്തേക്കും അല്ല, പുറത്ത് വിട്ടത് അവൻ്റെ ഫോണിലെ വീഡിയോയല്ല, സച്ചേട്ടൻ്റെ ഫോണിലുള്ള വീഡിയോയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. എല്ലാവരും വാ തുറന്നു പോയി. കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ശരത്തെ നീ എന്തായി പറഞ്ഞേ, അപ്പോൾ എന്താ നീ പറഞ്ഞേ, സച്ചേട്ടൻ്റെ ഫോണിലുള്ള വീഡിയോയോ? അപ്പോൾ അതെ ചേച്ചി, സത്യം ഞാൻ പറഞ്ഞേ, ഞാൻ കാശ് മോഷ്ടിച്ച് സച്ചേട്ടന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം ശരത്ത് പറയാം. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം രേവതിയോട് പറഞ്ഞു, കൈ ഒടിച്ചതും കാര്യങ്ങളെല്ലാം. ഇതൊക്കെ കേട്ട് ഭയങ്കര ആ ഒരു സങ്കടം സഹിക്കാൻ മേലാത്ത മാനസികാവസ്ഥയിൽ അവരിങ്ങനെ നിൽക്കുക. എന്നാൽ സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും ശരത്ത് പറഞ്ഞു. സച്ചേട്ടൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്നും ശരത്ത് അമ്മയോട് പറയാം. അമ്മ ചങ്ക് പൊത്തിപ്പിടിച്ചാൽ കരയുന്ന കേട്ടോ.
അന്നേരം എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അന്ന് നിൻ്റെ കൈ ഒടിച്ച ദേഷ്യത്തിന് എന്തൊക്കെയാണ് ഞാൻ അവനെ പറഞ്ഞതെന്നും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചേനെന്നും പറയാം. പക്ഷേ എൻ്റെ സച്ചിമോൻ അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറയാട്ടോ. എന്നിട്ടും ഞാൻ അവനെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സങ്കടം. അപ്പോഴത്തേക്കും ശരത്തിനും ഭയങ്കര തെറ്റായി പോയല്ലോ ഞാൻ ചെയ്തത്. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്ന് ഇത് കേട്ട് ഭാഗം വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സച്ചേട്ടൻ തന്നോട് പോലും മറച്ചു വെച്ചു എന്ന്. അപ്പം നിന്നെ അടിച്ചതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു, കുറ്റപ്പെടുത്തി, പിണങ്ങിയിരുന്നു. എന്നിട്ട് പോലും നീ കാശ് മോഷ്ടിച്ച കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് രേവതി പറയാട്ടോ. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എനിക്കത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് അത് പറയാതിരുന്നതെന്ന് രേവതി ഇങ്ങനെ ഇവരോട് അന്നേരം പറഞ്ഞു. എനിക്ക് വേണ്ടി ഇത്രയും കാലം എല്ലാം അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടന്നല്ലോ, ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഒന്നും അറിയാതെ നിനക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നും രേവതി ശരത്തിനോട് പറയണം. ശരത്ത് ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുക. എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം കുറ്റബോധത്തോടു കൂടി നിന്നിങ്ങനെ കരഞ്ഞുമൊക്കെ രേവതി ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ അമ്മയും ആ സമയത്ത് കരയല്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് സമാധാനിപ്പിക്കുക. ഈ കുടുംബത്തിൻ്റെ മാനം പോവാതിരിക്കാൻ വേണ്ടി സച്ചേട്ടൻ എല്ലാം മറച്ചു വെച്ചതാണെന്ന കാര്യവും രേവതി പറയാട്ടോ. ഫോൺ കാണാതായി കഴിഞ്ഞപ്പോൾ സച്ചേട്ടൻ വല്ലാണ്ട് ടെൻഷനായതാമേ. സച്ചേട്ടൻ എന്നോട് ഫോൺ കാണാത്തത് കൊണ്ടല്ല ഈ വീഡിയോയുടെ കാര്യം ഓർത്തിട്ടാണെന്നും പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സച്ചേട്ടൻ്റെ മനസ്സിലാക്കിയില്ലല്ലോ എന്നും പറഞ്ഞ് രേവതി നിന്ന് കരയുമ്പോൾ എന്തിനാടാ നീ ഞങ്ങളോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത്? ഞാനും കൂടെ മരിച്ചാൽ സമാധാനമാവും നിനക്കെന്ന് അമ്മ ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് തെറ്റുപറ്റി പോയതാമ്മേ, ദേഷ്യത്തിൽ ചെയ്തു പോയതാ, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായതമ്മേ, ഞാൻ പോയത് വഴി ശരിയില്ലായിരുന്നു എന്ന് എന്നോട് ക്ഷമിക്കാമേന്നും പറഞ്ഞ് കരയുമ്പം മനസ്സിലാക്കാൻ വൈകിപ്പോയില്ലേടാ നീ എന്ന് ചോദിക്കുകയാണ് അമ്മ മോനോട്. ചന്ദ്രമതി പറഞ്ഞ നീ കേട്ടില്ലേ, അവർ പോലീസിൽ പരാതി കൊടുക്കും, നിന്റെ അവസ്ഥ എന്താകും, നിനക്ക് ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പം അതെല്ലാം കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കവരും. അപ്പം ഇവളുടെ കൂടെ ജീവിതം നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടാന്നൊക്കെ ചോദിച്ച അമ്മ ഭയങ്കര കുറ്റപ്പെടുത്തലും ഭയങ്കര വഴക്കും. അങ്ങനെ എല്ലാവരും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നു. ശരത്ത് ഭയങ്കര കരച്ചിൽ. ആ സമയത്ത് വീട്ടിൽ ചെന്ന ഈ കാര്യങ്ങളെല്ലാം കൊട്ടി ഘോഷിക്കുകയാണ് ചന്ദ്രമതിയും ശ്രുതിയും കൂടി അച്ഛൻ്റെ മുന്നിലിരുന്ന്. എന്നാലും ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നവനെ സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേ രേവതിയുടെ അനിയൻ വീട്ടിൽ വന്നപ്പോൾ അവനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നു എന്ന് ശ്രുതി. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്ന് അങ്കിളിന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ശ്രുതി ചോദിക്കാം. അത് കേട്ടപ്പോൾ നിങ്ങളോട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ബന്ധം വേണ്ടാന്ന്, നിങ്ങളത് കേട്ടോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കാം. നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു, എൻ്റെ വായല്ലേ നിങ്ങൾ അടപ്പിച്ചേന്ന് ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടുന്നില്ല. ഇപ്പം നിങ്ങളുടെ പുന്നാര മരുമകളുടെ അനിയൻ ചെയ്ത പ്രവൃത്തി കാരണം നിങ്ങളുടെ വായ അടഞ്ഞില്ലേ എന്ന് ചോദിക്കാം. അപ്പം എന്നും പറഞ്ഞു ശ്രുതിയൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെയോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു വന്ന് ശ്രുതി. നവീൻദാസിൻ്റെ ശല്യം എന്തായാലും ഉണ്ടാവില്ല. രേവതി വെളിയിലാവുകയും ചെയ്തു. സച്ചിയും വെളിയിൽ പോകും, എനിക്കിനി ടെൻഷനില്ല, റിലാക്സ് ആയി ജീവിക്കാം എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് എഴുന്നേറ്റ് എന്നിട്ട് ശ്രുതി അയ്യോ ആൻറ്റി ഇതുവരൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിക്കാൻ മനസ്സ് വരണ്ടേ ശ്രുതിയും. ആ വീഡിയോ ലോകം മുഴുവനും കണ്ടു. മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് എന്തിനാ പെണ്ണു കൊണ്ടുവന്നേ, മോൻ അവളെ കെട്ടുന്നതിന് മുന്നേ നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് തുടങ്ങിയ 100 കൂട്ടം ചോദ്യങ്ങളാണ് ആൾക്കാർ ചോദിക്കുന്നത്. കള്ളൻ്റെ ചേച്ചി എൻ്റെ മരുമകൾ, അവൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നു, എൻ്റെ മാനം പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇരുന്ന് കാണിക്കുക. അപ്പോൾ അച്ഛനൊന്നും മിണ്ടാതിരുന്ന് കേൾക്കുക കേട്ടോ. അങ്കിളിന് വെച്ചിരിക്കുന്നില്ല, ഞാൻ കഴിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കട്ടയായിട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ആ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ മനസ്സും വയറും നിറഞ്ഞു എന്ന് അച്ഛൻ. നിങ്ങളാരും കഴിക്കുന്നില്ല, പിന്നെ ഞാനും കഴിക്കുന്നില്ല എന്ന് ശ്രുതി. അയ്യോ സമയത്ര എനിക്ക് വിശക്കുന്നൊന്നും ശ്രുതി. അങ്ങനെ ഇവർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി അങ്ങോട്ടേക്ക് വന്നപ്പം അച്ഛാ എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആ ക്ഷേത്രത്തിലേക്ക് വന്നേ. അവിടെ എത്തിയപ്പോൾ മുഴുവൻ പരിചയക്കാർ. ഓട്ടം വിളിച്ചവർ നിർബന്ധിച്ചപ്പോൾ ഞാനും അകത്ത് കയറി. അവിടുത്തെ പ്രസാദം ഇതെന്നും പറഞ്ഞാൽ സച്ചി കൊണ്ടേ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും സച്ചി അറിയുന്നില്ല. അച്ഛൻ വിഷമിച്ചിരിക്കുന്നു. എന്നാ അച്ഛാ ഉണ്ണിയപ്പ എടുക്കച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് ഭയങ്കര ദേഷ്യത്തിൽ എങ്ങനെ ചന്ദ്രയും അച്ഛനും ഇരിക്കുന്നു. ശ്രുതിയും പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛാ എന്തു പറ്റി അച്ഛാ, എന്താ കാര്യം? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ, എന്ത് പറ്റി പോലും എന്ന് ശ്രുതി പറയാം കേട്ടോ. അപ്പോൾ എന്താ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് നോക്കുന്നേടാ ശ്രുതി, നിനക്ക് ഇഷ്ടമല്ലേ ഉണ്ണിയപ്പം, കഴിക്കടാന്ന് പറഞ്ഞ് ശ്രുതിയെ നിർബന്ധിക്കുമോ? എന്താടാ പ്രസാദം മാത്രമേ ഉള്ളോ, അപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഹൽവ വാങ്ങിച്ചില്ലേടാ എന്ന് ചന്ദ്ര ചോദിച്ചു. അപ്പോൾ ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങാല്ലേ എന്ന് ചോദിച്ചു സച്ചി. എന്നും പറഞ്ഞിരിക്കുക ചന്ദ്ര. രേവതിയെ എന്നും പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പോൾ രേവതി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. രേവതി ഇവിടെ ഇല്ലേ? രേവതി പിന്നെ എവിടെയാ? നീ അപ്പോൾ വിഷയമൊന്നും അറിഞ്ഞില്ലേ എന്ന് അച്ഛൻ സച്ചോട് ചോദിക്കുക. വിഷയോ? എന്ത് വിഷയം? എന്താന്ന് ചോദിച്ചു. എന്തു പറ്റി അച്ഛാ, എന്താ കാര്യമെന്ന്
സച്ചി ഇങ്ങനെ ചോദിക്കട്ടെ, പറ അച്ഛാ, എന്താ അച്ഛാ പ്രശ്നം? അപ്പം നടന്ന കാര്യങ്ങൾ സച്ചോട് പറയാം. അപ്പം അവൻ വീഡിയോ കണ്ടിട്ടുണ്ട്, അതാ ഇവൻ നിന്ന് അഭിനയിക്കുന്നതാണെന്ന് ശ്രുതി പറയുമ്പോൾ എൻ്റെ ഫോൺ കളഞ്ഞു പോയി, എൻ്റെ കയ്യിലൊന്നും ഇല്ല, ഞാനെന്ത് ചെയ്യാനാ? ഓ, അപ്പം അതാണ് നീ കാണാതിരുന്നത് അല്ലേ? എടാ, ഇവിടെ ഞാൻ അഭിനയിച്ച ചില സിനിമകളൊക്കെ നീ ഇവിടെ കൊണ്ട് കാണിച്ചില്ലേ? ഇവിടെ നിന്റെ ഭാര്യ വീട്ടുകാരെ കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് ഫിലിം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നമ്മുടെ സച്ചിയെ കാണിച്ചു കൊടുക്കാം. നമ്മുടെ അമ്മയുടെ കാശാവും മോഷ്ടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഈ വീഡിയോ നിനക്കെങ്ങനെയാണ് കിട്ടിയതെന്ന് സച്ചി ചോദിച്ചു. നിനക്കിത് ആരായച്ചു തന്നത്? എടാ, ഇതിപ്പോൾ എല്ലാവരുടെ ഫോണിലും ഉണ്ടടാ. സോഷ്യൽ മീഡിയയിലെ ഈ വീഡിയോ ട്രെൻഡിങ് ആണ്, നമ്പർ 1, നിനക്കറിയാവോ എന്ന് ശ്രുതി സച്ചിയോട് പറയാ കേട്ടോ. ശ്രുതി അവിടെ ഇരുന്ന് അഹങ്കരിച്ച് ചിരിക്കുക. അച്ഛനാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. അപ്പം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. ആ കള്ളൻ അവനെൻ്റെ കാശടിച്ചുകൊണ്ട് പോയി. അവളുടെ കുടുംബത്തിലുള്ള എല്ലാവരും അവനെ പോലെ കള്ളനും കള്ളികളുവാ, നാണം കെട്ട വർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര ഇരുന്ന് പറയാ. സച്ചിക്കൊന്നും പറയാനില്ല. വലിയ ന്യായം പറയുന്നവനായിരുന്നല്ലോ, തെറ്റു പൊറുക്കില്ല, ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ട അവരെ അടിക്കും. ഇപ്പം എന്തു പറയുന്നു? ഒന്നുമില്ല നിനക്ക് പറയാൻ, ഇപ്പം നിന്റെ കൈ തരിക്കുന്നില്ലേടാ എന്ന് ശ്രുതി സച്ചിയോട് ചോദിക്കും കേട്ടോ. അപ്പം അച്ഛൻ ഇങ്ങനെ സച്ചിയെ നോക്കുക. അപ്പം സച്ചി ഇങ്ങനെ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ഒന്നും മിണ്ടുന്നില്ലേ. അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, മോനെ സച്ചി, രേവതിയുടെ കുടുംബത്തിലെ ആരെങ്കിലും ആണെങ്കിലും അവനെ എൻ്റെ സ്വന്തം മോനായിട്ടാണ് ഞാൻ അവനെ കരുതിയിരുന്നത്. പക്ഷെ അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക ദേഷ്യത്തോടെ. അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം തെറ്റെല്ലാം തിരുത്തി അവൻ നല്ലവനായെന്നാണ് ഞാൻ കരുതിയതെന്നും പക്ഷേ അവൻ മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായെന്നും അച്ഛൻ സച്ചിയോട് പറയുവാണ്. നിൻ്റെ അമ്മയുടെ കാശ് അവൻ മോഷ്ടിച്ചു. പിന്നെ ഇവള് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് കൊടുക്കാൻ എനിക്ക് മറുപടി ഇല്ല എന്നും അച്ഛൻ പറയാം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധം വന്നല്ലോ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സന്തോഷം എന്ന് പറഞ്ഞ ചന്ദ്ര കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. സച്ചി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അച്ഛൻ്റെ നേരെ. ശ്രുതി നിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. അച്ഛൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സച്ചി പോകാൻ നോക്കിയപ്പം എങ്ങോട്ടാടാന്ന് ചോദിച്ചു. രേവതി കൂട്ടിക്കൊണ്ട് വരാനാണെന്ന് പറഞ്ഞു. നീ അവിടെ ചെന്ന് അവളെ കാണുന്നതിലും സംസാരിക്കുന്നതിലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാനാണ് പോകുന്നതെങ്കിൽ അത് വേണ്ട. അവൾ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ ഇഷ്ടമല്ലെന്നോ? അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു, ഈ വീട്ടിലെ മരുമകളാണെന്ന് പറഞ്ഞു, അവൾ ഈ വീട്ടിൽ വന്നിരിക്കുമെന്ന് സച്ചി. വേണമെങ്കിലേ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞോ, ഈ വീട്ടിലെ മരുമകളാണെന്ന് നീ പറയണ്ട. അവള് ഈ വീട്ടിൽ വരരുതെന്ന് ചന്ദ്ര. അപ്പം എന്തുകൊണ്ട് വരരുത്? എന്താ കാരണമെന്ന് ചോദിച്ചു സച്ചി. അപ്പം എന്താ കാരണമെന്ന് ഞാൻ പറയണോ? നീ ആ വീഡിയോ കണ്ടതല്ലേ? ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു പെണ്ണ് ഈ വീട്ടിൽ കഴിയുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിനും ഇഷ്ടമല്ല എന്ന് ചന്ദ്ര. അമ്മേ വേണ്ട, നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ആ വീഡിയോ കണ്ടപ്പോഴേ ആ കള്ളനെ കൊല്ലാനാ എനിക്ക് തോന്നിയതെന്ന് ചന്ദ്ര പറയാം. അവൻ്റെ വീട്ടിൽ ചെന്ന് അടി കൊടുത്തു ഞാൻ അവന്. അടിച്ചെന്നോ? നിങ്ങളെന്തിനാ ആ വീട്ടിൽ പോയത്? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് സച്ചി അന്നേരം ചോദിച്ചു കേട്ടോ. അല്ല, അവൻ ചെയ്ത കാര്യത്തിന് അമ്മ അവാർഡ് കൊടുക്കണോടാ എന്ന് ശ്രുതി ചോദിച്ചു. അവൻ്റെ ചേച്ചി, അതായത് നിന്റെ ഭാര്യ, ഇനി അവിടെ നിൽക്കും, അവൾക്കും അത് തന്നെയാ സൗകര്യം എന്നൊക്കെ ചന്ദ്ര പറയാട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, സംഘം ചേർന്ന് മോഷ്ടിക്കാൻ പോകാമല്ലോ. അവളെ ഞാൻ ഇനി വീട്ടിൽ കയറ്റില്ല. അപ്പം അത് പറയാൻ നിങ്ങളാരാണെന്ന് ചോദിച്ചു. ഇതേ എൻ്റെ വീടാടാ, ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുമെന്നും ചന്ദ്ര സച്ചിയോട് പറയാം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണെന്ന് സച്ചി പറഞ്ഞു. രേവതി സച്ചിയുടെ ഭാര്യയാണെങ്കിൽ ഈ വീട്ടിൽ താമസിച്ചിരിക്കും എന്നും ആരെ എതിർക്കുന്നത് എനിക്കൊന്ന് കാണണമെന്നും സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുക. എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. ശ്രുതിയാണെങ്കിൽ ജയിച്ച മട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.